ചിലപ്പോൾ ഞാൻ ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില ടീച്ചേഴ്സ് എന്നിട്ട് ഈ പോകുന്നതാണ് അന്തിയൂർക്കോണം വിജയകൃഷ്ണൻ എന്ന് പറയും. ചെമ്മീൻ എന്ന സിനിമ സെൻസർ ചെയ്യപ്പെടുന്നത് 1965. അപ്പോൾ ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ഈ ട്യൂഷന് ചെന്നപ്പോഴേക്ക് ഈ സാറ് എന്നോട് ചോദിക്കുകയാണ്, ഇന്നലെ നീ എന്താണ് വരാത്തത്, ചെമ്മീൻ കാണാൻ പോയോ? അപ്പോൾ ചെമ്മീൻ അന്നത്തെ പ്രചാരം എന്തായിരുന്നു എന്നാലോചിക്കണം. അപ്പോൾ ഇങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുന്നതൊക്കെ അടുത്തതായി പി വിജയകൃഷ്ണൻ എന്ന് പറയും, എന്നിട്ട് വീണ്ടും എന്ന് പറയും, മൂന്നാമത്തെ തവണയും പേര് പറഞ്ഞ ശേഷം ക്യാൻസൽഡ്. എത്ര വലിയ പ്രശസ്തി നേടി വന്നാലും എങ്ങനെ മറ്റുള്ളവരൊക്കെ ഒന്നിനെ പുകഴ്ത്തിയാലും നമ്മുടേതായ അഭിപ്രായം നമുക്ക് തുറന്നു പറയാമെന്നും ആ അഭിപ്രായം എപ്പോഴും ആവണമെന്നില്ലെന്നും ഒക്കെ എനിക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടു. മലയൻകീഴ് ഹൈസ്കൂളിലേക്കുള്ള യാത്രകൾ തന്നെ വളരെ രസകരമായിരുന്നു. ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പോൾ മലയിൻ കീഴെന്ന് പറഞ്ഞാലും അത് മലയിൻ മുകളിലാണ് സ്കൂളുള്ളത്. ഒരു വലിയ ആനപ്പാറ എന്നാണ് നമ്മൾ ആ വലിയ പാറയെ വിളിക്കുക. ഒരു വലിയ പരന്ന് കിടക്കുന്ന പാറയുടെയും മുകളിൽ ആയിട്ടാണ് സ്കൂള്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. കാരണം എനിക്ക് ഈ നടന്നു പോകുമ്പോൾ പലതും ആലോചിക്കാൻ ഒക്കെയുള്ള സൗകര്യമുണ്ട്. എൻ്റെ ആലോചന എന്ന് പറയുന്നത് എഴുതാൻ പോകുന്ന കഥകളെക്കുറിച്ച്, വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആലോചനകളുമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഒറ്റയ്ക്ക് നടന്നു പോവും. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെയും പോവും. അത് എത്ര സ്പീഡിലാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, ഈ ഞങ്ങളുടെ വീട്ടിൻ്റെ ഭാഗത്തു നിന്ന് 3 കിലോമീറ്ററാണ് ദൂരം ഈ ആനപ്പാറ സ്കൂളിലേക്ക്. വീട്ടിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്ക് ഞാൻ പഠിച്ച LFUP സ്കൂളായി. അവിടെ ഫസ്റ്റ് ബെല്ലടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ഓടാൻ തുടങ്ങുന്നത്. മലയൻകീഴ് സെക്കൻഡ് ബെല്ലാവുമ്പോഴേക്ക് എത്തും. അത്രയും സ്പീഡിലാണ് പോക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു അപരിചിതത്വമൊക്കെ തോന്നി. നമ്മൾ തീരെ ഒരു ചെറിയ കുഗ്രാമത്തിലെ സ്കൂളിൽ നിന്ന് കുറച്ചും കൂടെ വലിയ ഒരു സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ. സ്കൂള് വലിയ കെട്ടിടമാണ്, കൂടുതൽ ഡിവിഷനുകളുണ്ട്, കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതുകൊണ്ട് കുറച്ചധികം ഒരു സങ്കോചമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ചില കൂട്ടുകാരും ഒക്കെ അവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് ഞാൻ എഴുതുമെന്നുള്ള കാര്യവും അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ അന്തിയൂർക്കോണം വിജയകൃഷ്ണൻ എന്ന പേരിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഞാൻ ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില ടീച്ചേഴ്സ് എന്നിട്ട് ഈ പോകുന്നതാണ് അന്തിയൂർക്കോണം വിജയകൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ എന്ന് പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഒരു അഭിമാനമൊക്കെ ഉണ്ടെങ്കിലും വലിയ ലജ്ജയാണ് ഈ നമ്മളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരി ഒരു ക്ലാസ് മുകളിലാണ്. അപ്പോൾ അവരുടെ ഒരു നോൺ ഡീറ്റെയിൽഡ് പുസ്തകമായിരുന്നു ഓടയിൽ നിന്ന്. അപ്പോൾ ഞാനത് നേരത്തെ വായിച്ചിട്ടുണ്ട്. കാരണം ഏതാണ്ട് ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ തകഴി, ദേവ്, ബഷീർ തുടങ്ങിയവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഓടയിൽ നിന്നിന് ഒരു സിനിമാവിഷ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിനിമ അന്ന് മലയൻകീഴ് തിയേറ്ററില്ല, ഇപ്പോഴുമില്ല, ഇടക്കാലത്തുണ്ടായിരുന്നു. ഈ തിയേറ്ററുകളുടെ രീതികൾ അങ്ങനെ ആയിരുന്നല്ലോ. കാട്ടാക്കട 2 തിയേറ്റർ ഉണ്ടായിരുന്നു, മലയൻകീഴ് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മലയൻകീഴ് തിയേറ്ററില്ല. അപ്പോൾ ഈ പടം വന്നിരിക്കുന്നത് നേമം തിയേറ്ററിലാണ്. നേമത്ത് ഭാസുര എന്ന പേരിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്നവിടെ ഒരു ഹാളായിട്ട് ഉപയോഗിക്കുകയാണ്, തിയേറ്ററില്ല. അപ്പോൾ ഈ ഭാസുര തിയേറ്ററിൽ പോകണം. ഇതെങ്ങനെ മലയൻകീഴിൽ നിന്ന് പോകുമെന്ന് ചോദിച്ചാൽ, മലയൻകീഴിൽ നിന്ന് ബസ്സിൽ പ്ലാങ്കാലമുക്ക് എന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ നിന്ന് സ്റ്റുഡിയോ റോഡ് വഴി, അതായത് മെരിലാൻഡ് സ്റ്റുഡിയോ നിലനിൽക്കുന്ന അതിൻ്റെ വശത്തെ റോഡ് വഴി, എൻ്റെ മുന്നിലെ റോഡ് വഴി ഈ വെള്ളായണി മുക്ക് എന്ന സ്ഥലത്തിറങ്ങാം. അവിടെ നിന്ന് ഈ തിയേറ്ററിലേക്ക് പോകും.
നേമം തിയേറ്ററിലേക്ക്. അപ്പോൾ കുട്ടികളെ എല്ലാം കൂടെ കൊണ്ടുപോവുകയാണ്. അത് വേറെ ബസ് പിടിച്ചിട്ടൊന്നുമല്ല, സാധാരണ ലോക്കൽ ബസ്സിൽ കയറി ഈ പ്ലാങ്കാലമുക്കിൽ ഇറങ്ങിയിട്ട് എല്ലാവരും നടക്കുകയാണ്. എല്ലാവരും നടന്ന് അവിടെ പോയി സിനിമ കാണുന്നു. ഓടയിൽ നിന്നാണ് സിനിമ. അന്നെനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഓടയിൽ നിന്ന് എന്ന നോവലിനെ കുറിച്ച് അറിയാം. പക്ഷേ പിന്നീട് ആണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതുവരെയുള്ള ഓടയിൽ നിന്ന് വരെയുള്ള ഒരു സിനിമയുടെ ഗതിവിഗതികളും അറിഞ്ഞു പോകേണ്ടതുണ്ട്. നേരത്തെ നീലക്കുയിലിനെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞു. അപ്പം നീലക്കുയിലിലൂടെ വളരെ ശ്രദ്ധേയരായ 2 സംവിധായകർ വന്നു. അത് രാമു കാര്യാട്ടും പി ഭാസ്കരനുമാണ്. അതിനുശേഷം പിന്നീട് ആ തരത്തിലുള്ള ഒരു സംവിധായകൻ്റെ വരവുണ്ടായത് KS സേതുമാധവൻ്റെയാണ്. അതിനുശേഷമാണ് സേതുമാധവൻ രംഗപ്രവേശം ചെയ്ത ശേഷമാണ് ഈ നീലക്കുയിലിൽ ക്യാമറാമാനായിരുന്ന വിൻസെൻ്റ് സംവിധായകനായി വരുന്നത്. അത് 1964 ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലൂടെയാണ് വിൻസെൻ്റ് സംവിധായകനാവുന്നത്. അപ്പോൾ 1965 ചില ശ്രദ്ധേയമായ മലയാള സിനിമകൾ പുറത്തിറങ്ങുകയുണ്ടായി. 1965 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ മുറപ്പെണ്ണുണ്ട്. അത് വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത 2ാമത്തെ ചിത്രമാണ്. KS സേതുമാധവൻ്റെ ഓടയിൽ നിന്നിന് പുറമേ അദ്ദേഹം ദാഹം എന്ന പേരിലുള്ള ഒരു സിനിമ കൂടെ ആ വർഷം ഇറക്കിയിരുന്നു. അതും വളരെ ശ്രദ്ധേയമായ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിലും സത്യൻ എന്ന നടൻ്റെ അപാരമായ അഭിനയവും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ശകുന്തള എന്ന ചിത്രം പുറത്തു വരുന്നുണ്ട് ആ വർഷം. ഇങ്ങനെ കുറേ ശ്രദ്ധേയമായ സിനിമകൾ വന്ന വർഷമാണ്. കൂട്ടത്തിൽ ചെമ്മീൻ എന്ന സിനിമ സെൻസർ ചെയ്യപ്പെടുന്നത് 1965 പക്ഷേ 1965 പുറത്തു വന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ അതില്ല. അപ്പോൾ ഇതുവരെയാണ് മലയാള സിനിമ അന്ന് എത്തി നിൽക്കുന്നത്. അതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഓടയിൽ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പം ഓടയിൽ നിന്ന് പഠിക്കാനുള്ളത് എൻ്റെ ചേച്ചിക്കാണ്. പക്ഷേ ചേച്ചിക്ക് വലിയ താല്പര്യമില്ല സിനിമ കാണാൻ പോകാൻ. അതുകൊണ്ട് ഞാൻ തന്നെ ആ സ്ഥാനത്ത് സിനിമ കാണാൻ, എനിക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ കൂട്ടത്തിൽ പോവുകയാണ്. അങ്ങനെ അവിടെ സിനിമ കാണാനായിട്ട് ബസ് ഇറങ്ങി അവിടെ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് തിരികെ വരുമ്പോഴേക്ക് പലരും പല വഴി പോയി. അത് കഴിഞ്ഞ് ഈ പ്ലാങ്കാലമുക്ക് എന്ന സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറി മലയിൻകീഴ് എത്തുമ്പോഴേക്ക് എനിക്കൊരബദ്ധം പറ്റി. കാരണം ഞാൻ നടന്നു പോകുന്നത് വാസ്തവത്തിൽ ഈ മലയിൻകീഴ് ജംഗ്ഷനിൽ വന്നിട്ടല്ല, അതിന് മുമ്പ് ഒരിടത്തെത്തിയിട്ടാണ് ആനപ്പാറയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടിലേക്ക് കയറുന്നത്. ഈ ജംഗ്ഷനിലെത്തിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ആ റോഡ് വഴിയല്ല ഞാൻ പോയത്, മറ്റൊരു റോഡ് വഴിയാണ്. ആ മറ്റൊരു റോഡ് വഴി കുറേ നടന്നു നോക്കിയപ്പം പരിചയമുള്ള ഒരു സ്ഥലവും കാണുന്നില്ല. അങ്ങനെ കുറേ നടന്ന ശേഷം ഇതല്ല റോഡെന്ന് മനസ്സിലാക്കി തിരികെ നടന്ന് വീണ്ടും മലയൻകീഴ് ജംഗ്ഷനിലെത്തി പിന്നെ ചോദിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വൈകി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അമ്മ എന്നെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് ഇത്ര വൈകിയെന്നുള്ള. പിന്നെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അത് നിനക്ക് കൂട്ടുകാരുടെ കൂടെ വന്നൂടെ, എന്തിന് നീ ഒറ്റയ്ക്ക് നടക്കാൻ പോയി എന്ന്. അപ്പോൾ അങ്ങനെ ധാരാളം പുണ്യപുരാണ ചിത്രങ്ങൾ കണ്ടതിൻ്റെ കൂട്ടത്തിൽ ഒരു സാമൂഹിക ചിത്രം ആദ്യമായിട്ട് കാണുന്നത് ഓടയിൽ നിന്നാണ്. അത് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെയും 1-2 സിനിമ വീട്ടിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതും പുരാണ ചിത്രങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് പിന്നെ ഇത്തരത്തിലൊരു സിനിമ കാണുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഈ മലയൻകീഴ് സ്കൂളിലെ ജീവിതം വളരെ പ്രത്യേകതകളുള്ളതായിരുന്നു. കാരണം ഞാനപ്പോഴേക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രോവേർട്ടായി മാറിയെന്ന് പറയാം. അതായത് അന്തിയൂർക്കുളം സ്കൂളിലേക്കാൾ ഒരു ഇൻട്രോവേർട്ടായി മാറി. ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വലിയ വൈമുഖ്യമായിരുന്നു. പക്ഷേ
ഞാൻ എഴുതുമെന്നറിയാവുന്ന അധ്യാപകരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ വാർഷികമൊക്കെ വരുമ്പോൾ ഉപന്യാസ മത്സരത്തിന് എൻ്റെ പേര് ചേർക്കും, പ്രസംഗ മത്സരത്തിന് എൻ്റെ പേര് ചേർക്കും. അതിനോട് ചോദിക്കാതെയൊക്കെ തന്നെ ചെയ്യും. കാരണം അവർക്ക് അത്ര വിശ്വാസമായിരുന്നു. ഇതിൽ ഉപന്യാസ മത്സരത്തിന് ഞാൻ കൃത്യമായിട്ട് പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്യും. പക്ഷെ പ്രസംഗ മത്സരം പറ്റില്ല. കാരണം സഭാകമ്പമാണ്. എനിക്ക് സ്റ്റേജിൽ കയറുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. അപ്പോൾ എന്നെങ്കിലും ഞാൻ പ്രസംഗിക്കുമെന്നുള്ള ഒരു ധാരണ പോലും എനിക്കില്ല. അത്ര ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പ്രസംഗ മത്സരത്തിന് പേര് അനൗൺസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് ഞാൻ ഈ ആനപ്പാറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ പാറയാണ്. അതിൽ പലതരം പാറകളുണ്ട്. അതിൻ്റെ കുന്നും കുഴിയുമായിട്ട് അതിങ്ങനെ കിടക്കും. അപ്പോൾ ഏതെങ്കിലും പാറയുടെ മറവിൽ ഞാനിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുന്നേക്കാം, അടുത്തതായി പി വിജയകൃഷ്ണൻ എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഒന്ന് പറയും. മൂന്നാമത്തെ തവണയും പേര് പറഞ്ഞ ശേഷം ക്യാൻസൽഡ് എന്ന് പറയുന്നതും ഞാൻ പതുക്കെ പൊങ്ങി മുകളിലോട്ട് വരും. അപ്പോൾ അങ്ങനെയായിരുന്നു പ്രസംഗ മത്സരത്തിൻ്റെ ഗതി. പിന്നെ അവസാനം ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗിക്കാൻ പോയപ്പോഴേക്ക് അവിടെ തന്ന വിഷയവും വളരെ സിമ്പിളായിരുന്നു. കാരണം എൻ്റെ സഹോദരിക്കോ മറ്റോ ഉപന്യാസ മത്സരത്തിനു വേണ്ടി ഞാൻ ആ വിഷയം എഴുതി കൊടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ എന്തു ചെയ്യാം, സ്റ്റേജിൽ കയറിയപ്പോൾ ഒന്നും വരുന്നില്ല, വാക്കുകളൊന്നും വരുന്നില്ല. ഈ വാക്കുകൾ വരാത്തത് കൊണ്ട് ആത്മകഥം പറയുമ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് തുടങ്ങിയപ്പം ബാക്കിലിരുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു സാറ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്താടോ താൻ സ്വകാര്യം പറയുകയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടുകൂടി മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ ഓട്ടമായിരുന്നു സ്റ്റേജിൽ നിന്ന്. അങ്ങനെയായിരുന്നു എൻ്റെ പ്രസംഗ പരീക്ഷണമൊക്കെ. എഴുതാം, പക്ഷെ പ്രസംഗിക്കാൻ വയ്യ. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ അതിനിടയിലും നിരന്തരമായിട്ട് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ഈ 7ാം ക്ലാസ് ഒക്കെ സമയത്ത് തന്നെ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ ആ മഹാഭാരതം, കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ വിവർത്തനം ചെയ്ത മഹാഭാരതത്തിൻ്റെ മുഴുവൻ വോള്യങ്ങളും വീട്ടിൽ അച്ഛൻ കൊണ്ടുവന്നിരുന്നു. അതുപോലെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ഇതൊക്കെ മറ്റ് കഥാനോവലൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുമൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പല കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിക്കൽ ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് എന്ന്. അന്നേരം ഞാൻ വള്ളത്തോൾ എന്നെഴുതി. അത് കഴിഞ്ഞതിൻ്റെ ചോദ്യപേപ്പർ വന്നപ്പോഴേക്ക് വേറെ ഏതോ അധ്യാപകനാണത് വാല്യുവേഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഞാനൊഴികെയുള്ള എല്ലാ കുട്ടികളും തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നാണ് എഴുതിയത്. എഴുത്തച്ഛൻ എന്നെഴുതിയതെല്ലാം തെറ്റിട്ടു, എനിക്ക് ശരിയും ഇട്ടു. അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങളുടെ സാറിനോട് പരാതി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാറ് വളരെ കൺഫ്യൂസ്ഡായി. സാർ പറഞ്ഞു, അതെന്താ നിങ്ങളത് ഇതെല്ലാം അതെന്താ തെറ്റിട്ടത്, സാറിനും മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇതാ എനിക്ക് ശരിയാണ്, ഞാൻ എഴുതിയാണ്. ഉടനെ സാർ അത്ഭുതത്തോടെ ചോദിച്ചു, അത് നീ എന്താ ഇത് എഴുതിയിരിക്കുന്ന വള്ളത്തോളെന്നു? ഞാൻ പറഞ്ഞു, ആണ് സാർ, വാൽമീകി രാമായണം വിവർത്തനം ചെയ്ത വള്ളത്തോളാണ്, അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ എഴുതിയത്. അത് എഴുത്തച്ഛൻ ഏതാണ്ട് മൗലികമായിട്ട് എഴുതിയെങ്കിലും അതൊരു അധ്യാത്മരാമായണം എന്നൊരു മൂലകൃതിയുണ്ട്, അതിനെ അവലംബിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതേസമയം വാൽമീകി രാമായണം വള്ളത്തോൾ വിവർത്തനം ചെയ്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ സാറിനത് വളരെ സാറിന് അറിഞ്ഞുകൂടായിരുന്നുവെങ്കിൽ പോലും അതൊരു കുറവായി തോന്നിയില്ല. പക്ഷേ ഇതുപോലെയുള്ള ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ മറ്റ് ചില അധ്യാപകർക്ക് ദേഷ്യമായിരുന്നു. ഈ ദേഷ്യം കാരണം മലയാളത്തിൽ എനിക്ക് എപ്പോഴും 1 മാർക്ക് കുറച്ചിടും. എന്നുവെച്ചാൽ വേറൊരാൾക്ക് 1 മാർക്ക് കൂടുതൽ കിട്ടും, ഞാൻ രണ്ടാമതേ വരും. അപ്പോൾ എനിക്കറിയാവുന്നത് അനീതിയാണ് എന്നുള്ളത്, എന്നാലും അതിനൊന്നും പ്രതിഷേധിക്കാനൊന്നും പോയില്ല. പക്ഷേ SLC വന്നപ്പോൾ ആ സ്കൂളിലെ ഏക ഫസ്റ്റ് ക്ലാസ് ഞാനായിരുന്നു, മലയങ്കീഴ് ഹൈസ്കൂളിലെ ഏക ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അന്ന് ഈ മലയാളത്തിനും ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിലായിരുന്നു അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ SLC പഠിക്കാൻ
എത്തുന്ന കാലത്താണ് ഒരു എനിക്ക് കണക്കിത്തിരി മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണക്കിന് മാത്രം ഒരു ട്യൂഷൻ വെച്ചു. അപ്പോൾ അദ്ദേഹം ഒരു വളരെ സ്ട്രിക്റ്റായ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ കട്ടബൊമ്മൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര്. പക്ഷേ SLCക്ക് മുമ്പ് തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രശ്നമുണ്ടായി. ഒരു പേപ്പട്ടി അടിച്ചു എന്നെ. അപ്പോൾ ആ പേപ്പട്ടി എന്നെയും വീട്ടിലെ ജോലിക്കാരെയും കടിച്ചു. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഈ തിരുവനന്തപുരത്ത് ഉള്ള ജനറൽ ഹോസ്പിറ്റലിനടുത്ത് ഇതിൻ്റെ കുത്തിവയ്പ്പ് എടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുത്തിവെച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. അതൊരു 10 ദിവസമോ 12 ദിവസമോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂളിൽ പറഞ്ഞിട്ട് അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ അറിയാം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ്സിലെത്തുന്നത്. തിരുവനന്തപുരത്ത് പോയി ഈ കുത്തിവയ്പ്പൊക്കെ എടുത്ത് ബസ് കയറി തിരികെ വന്ന് ഈ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്നുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സാറിൻ്റെ തന്നെ ക്ലാസ്സാണ്, കണക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ താമസിച്ച് വരികയാണ്. താമസിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാണുന്നത് കുട്ടികളെല്ലാം എണീറ്റ് നിൽക്കുകയാണ്. ഇദ്ദേഹം ഒരു കമ്പ് കൊണ്ട് എല്ലാവർക്കും അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏതാണ്ട് അടുത്തെത്താറാവുമ്പോൾ സാറ് പറയുന്ന ഒരു സെൻറ്റൻസാണ് എനിക്ക് വളരെ രസകരമായി തോന്നിയത്. ആകെ ക്ലാസ്സിൽ ചൊവ്വുള്ള ഒരുത്തം ഉണ്ടായിരുന്നു, അവനെ പേപ്പട്ടിയും കടിച്ചു എന്നാണ് സാറ് പറയുന്നത്. അത് കേട്ട് തന്നെത്താൻ ചിരിച്ചുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതായിരുന്നു സ്കൂളിലെ അവസ്ഥ. അങ്ങനെ ഈ സാറിൻ്റെ അടുത്ത് കണക്ക് ട്യൂഷന് പോവുകയാണ്. അപ്പോഴാണ് നാട്ടിലെ കുറേ ചേട്ടന്മാർ ചെമ്മീൻ കാണാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചെമ്മീൻ ഒരു വലിയ സംഭവമായിരുന്നു. ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടി. അതിന് വലിയ പബ്ലിസിറ്റിയാണ്. അന്നത്തെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇന്നിപ്പം പത്രത്തിൽ ഒരു കൊച്ചു പരസ്യം പോലും കൊടുക്കാതെയാണല്ലോ ഏറ്റവും സൂപ്പർ ഹിറ്റ് പടങ്ങൾ പോലും വലിയ പരസ്യം നേടുന്നത്. അന്നങ്ങനെയല്ല. ഈ പടങ്ങളുടെ ബഡ്ജറ്റൊക്കെ കൂടുന്തോറും പത്രത്തിലെ പരസ്യത്തിൻ്റെ വലിപ്പം കൂടും. അങ്ങനെ ഈ ചെമ്മീൻ എന്ന പടമൊക്കെ ഫുൾ പേജ് പരസ്യവുമായിട്ടാണ് അന്നത്തെ വരവ്. അങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു. എവിടെയും ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, നീ ചെമ്മീൻ കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്കും വിരോധമില്ല, കാരണം എല്ലാവരും കാണുന്നുണ്ടല്ലോ. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, അന്ന് ട്യൂഷനുണ്ട്. ഇവർ പോകുന്ന ദിവസം രാവിലെ എനിക്ക് കണക്കിൻ്റെ ട്യൂഷനുണ്ട്. അപ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ ചെമ്മീൻ കണ്ടു. ആദ്യമായിട്ട് കണ്ട മലയാളത്തിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു പടം എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പടം എന്ന് പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ഈ ട്യൂഷന് ചെന്നപ്പോഴേക്ക് ഈ സാറ് എന്നോട് ചോദിക്കുകയാണ്, ഇന്നലെ നീ എന്താണ് വരാത്തത്, ചെമ്മീൻ കാണാൻ പോയോ? അപ്പോൾ ചെമ്മീൻ അന്നത്തെ പ്രചാരം എന്തായിരുന്നു എന്ന് ആലോചിക്കണം. കാരണം ഒരാൾ വന്നില്ലെങ്കിൽ പോലും അത് ചെമ്മീൻ കാണാൻ പോയതായിരിക്കും എന്ന് വിചാരിക്കാൻ തക്ക വിധത്തിൽ ആളുകളെല്ലാവരും ചെമ്മീൻ കാണുന്ന സമയമാണത്. അപ്പം എൻ്റെ മനസ്സിൽ ഈ ചലച്ചിത്ര നിരൂപണത്തിൻ്റെ ആദ്യത്തെ ഒരു സ്ഫുരണം ഉണ്ടാകുന്നതും ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം എല്ലാവരും ചെമ്മീൻ വളരെ വലിയ അഭിപ്രായങ്ങളായിരുന്നു. അന്ന് തന്നെ ഞാൻ കെ ബാലകൃഷ്ണൻ എഴുതിയത് വായിച്ചു. ചെമ്മീനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കൊട്ടാരക്കരെ സത്യ മധു ഹോളിവുഡ് നിങ്ങളുടെ അടുത്ത് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ഏറ്റവും വലിയ അഭിപ്രായങ്ങളാണ് എഴുതുന്നത്. അതിൽ മലയാള രാജ്യം ചിത്രവാരികയിൽ ഗോപി കുഴൂർ എന്ന നിരൂപകൻ മാത്രം അതത്ര വലിയ സംഭവമല്ല, നല്ല ചിത്രമാണ്, പക്ഷേ ഈ പറയുന്നത് പോലെ അത്ര വലിയ ക്ലാസിക്കൊന്നുമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ മലയൻകീഴ് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥശാലയിലെ ലൈബ്രറിയൻ അന്തിയൂർക്കോണം സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരു സാറായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ ആളുകൾ കൂടി നിന്ന് ചർച്ച ചെയ്യുന്നത് ചെമ്മീനെ കുറിച്ചാണെന്ന്
മനസ്സിലായപ്പോൾ ഞാനും അവരുടെ അടുത്ത് അവിടെ നിന്ന് ഇതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വല്പം മാറി നിന്നവരൊക്കെ സംസാരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ പലരും ഗംഭീരമായിട്ട് പറയുന്നു. അപ്പോൾ ഈ സാറ് പറയുന്നു, ഇത് ഉണ്ണി സാറെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഉണ്ണി സാറ് പറയുന്നു, ഓ അതത്ര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അതിലെ ഒരു സൂര്യാസ്തമയം സീനുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സീൻ കർണൻ എന്ന സിനിമയിൽ ഇതിലും എത്രയോ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ വിമർശിക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ പ്രശസ്തി നേടി വന്നാലും എങ്ങനെ മറ്റുള്ളവരൊക്കെ ഒന്നിനെ പുകഴ്ത്തിയാലും നമ്മുടേതായ അഭിപ്രായം നമുക്ക് തുറന്നു പറയാമെന്നും ആ അഭിപ്രായം എപ്പോഴും ആവണമെന്നില്ലെന്നും ഒക്കെ എനിക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ ഗോപി കുഴൂറിൻ്റെയും ഒക്കെ നിരൂപണം വായിക്കുന്നത്. അപ്പം ചെമ്മീൻ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തെ കുറിക്കുന്നു. 1965 അത് പൂർത്തിയായതും സെൻസർ ചെയ്യപ്പെട്ടതും. 65 ചിത്രം എന്ന നിലയ്ക്കാണ് 66 അതിന് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അതൊരു മലയാളത്തിലെ 3ാമത്തെ കളർ ചിത്രവുമാണ്. ആദ്യത്തെ കളർ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ടം വെച്ച കോട്ടാണ്, മോഡേൺ തിയേറ്റേഴ്സിൻ്റെ. നമുക്ക് മോഡേൺ തിയേറ്റേഴ്സിനെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചിത്രം നിർമ്മിച്ചതവരാണ്, ബാലൻ എന്ന സിനിമ. അപ്പം മലയാളത്തിൻ്റെ ഇതുവരെയുള്ള ഒരു സിനിമയുടെ ഗതിവിഗതികൾ കൂടി നമുക്ക് നോക്കി വരാം. അപ്പോൾ 1938 ഈ ബാലൻ എന്ന സിനിമയിലാണ് മലയാള സിനിമ ആരംഭിക്കുന്നത് എന്നായിരുന്നു ഒരു കാലഘട്ടം വരെ എല്ലാവരുടെയും ധാരണ. അങ്ങനെ 1988 തിരുവനന്തപുരത്ത് വെച്ച് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു. അത് IFFI ആണ്, അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഒന്നിടവിട്ട വർഷങ്ങളിൽ അത് ഫിലിമോത്സവം എന്ന പേരിൽ മത്സരാടിസ്ഥാനത്തിലല്ലാതെ ഈ മേള സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അത് വിവിധ നഗരങ്ങളിൽ വെച്ചാണ് ആ മേള നടക്കുന്നത്. കൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും. 1980 ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഫിലിമോത്സവത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1988 ആയപ്പോൾ അന്നത്തെ KSFDCയുടെ ചെയർമാൻ P. ഗോവിന്ദപിള്ളയായിരുന്നു. അന്ന് മലയാള സിനിമയുടെ 50ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, വിപുലമായിട്ട് സർക്കാർ അടിസ്ഥാനത്തിൽ. അതായത് ഈ ഫിലിമോത്സവനോടൊപ്പം മലയാള സിനിമയുടെ 50ാം വാർഷികം കൂടി ആഘോഷിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ അന്ന് KSFDC ചെയർമാനായിരുന്ന PG എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ 2-3 മാസമല്ലേ ഉള്ളത്, ആ സമയം കൊണ്ട് നമുക്ക് മലയാള സിനിമയുടെ ഒരു ചരിത്രം ഒന്ന് പ്രസിദ്ധീകരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ സമയം കൊണ്ട് അതെങ്ങനെ സാധിക്കും, നമുക്ക് ഇത്രയുമൊക്കെ റെഫർ ചെയ്യണ്ടേ ഇവിടങ്ങളൊക്കെ. അത് വിചാരിച്ചാൽ സാധിക്കും എന്നാണ് PG പറഞ്ഞത്. അങ്ങനെ ഞാനത് വളരെ വളരെ ഫാസ്റ്റായിട്ട് അത് ചെയ്തു. അത് തീർച്ചയായിട്ടും അത് വളരെ പരിമിതമായൊരു സമയമായിരുന്നു. എങ്കിലും സംഘടിപ്പിക്കാവുന്ന മെറ്റീരിയൽസ് എല്ലാം സംഘടിപ്പിച്ചു, കാണാവുന്ന ആളുകളെ പലരെയും കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വാസ്തവത്തിൽ 50ാം വാർഷികമല്ല, 60ാം വാർഷികമാണ് എന്നുള്ളത്. കാരണം 1928 മലയാളത്തിലെ ആദ്യത്തെ സിനിമ പുറത്തു വന്ന് കഴിഞ്ഞു. അത് വിഗതകുമാരനായിരുന്നു. അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും JC ഡാനിയൽ ആയിരുന്നു. ഇത് അതിനു മുമ്പ് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം പുറത്ത് അറിയിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം JC ഡാനിയലിനെ കാണുകയും ഡാനിയലിനെ കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ അന്നുള്ള എല്ലാ സിനിമയെക്കുറിച്ചുള്ള എഴുത്തും ആരംഭിക്കുന്നത് 1938 മലയാള സിനിമ തുടങ്ങിയെന്ന രീതിയിലാണ്. 1970 ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ ഡയറക്ടറി ഉണ്ടാകുന്നത്. ആ ഡയറക്ടറിയിലും പറഞ്ഞിട്ടുള്ളത് ആദ്യ സിനിമ ബാലൻ മുതൽക്കാണ് അവർ ആ ഡയറക്ടറിയിൽ എൻട്രി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുഖവുരയിൽ പറയുന്നുണ്ട്
അതിനു മുമ്പ് തിരുവിതാംകൂറുകാർ 2 നിശബ്ദ ചിത്രങ്ങൾ എടുത്തിരുന്നതായി പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഊഹം മാത്രം ഉണ്ടായിരുന്നു. അതിനെ വലിയ കാര്യമായിട്ട് ആരും എടുത്തിരുന്നില്ല. അത് തിരുവിതാംകൂറുകാരുടെ സിനിമ, അതൊരു കേരള സിനിമയായിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ കേരളം രൂപപ്പെടുന്നത് ഈ ആദ്യ ശബ്ദചിത്രം ഇറങ്ങി പിന്നെയും 9 വർഷം, പിന്നെയും 10-20 വർഷം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് ഓർക്കണം. കേരളപ്പിറവി ഉണ്ടാകുന്നതിന് അത്രയും സമയമെടുത്തു. അതുകൊണ്ട് നമ്മൾ മറ്റേ സിനിമയെ മലബാറിൻ്റെ സിനിമയെന്നോ കൊച്ചിയുടെ സിനിമയെന്നോ ഒന്നും പറയാറില്ല. നമ്മൾ എല്ലാം കേരളത്തിൻ്റെ സിനിമയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ആദ്യത്തെ 2 സിനിമകൾ ആ തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന അഗസ്തീശ്വരത്തും നാഗർകോവിലും ഉള്ളവരാണ് ഈ ആദ്യത്തെ 2 സിനിമകളും എടുത്തിരിക്കുന്നത്. ജെ.സി. ഡാനിയൽ അഗസ്തീശ്വരൻകാരനാണെങ്കിലും അദ്ദേഹം നാഗർകോവിലും ബന്ധുക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നെയ്യാറ്റിൻകരയും വസ്തുവകകളുണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. കാരണം അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണല്ലോ ഇതെല്ലാം. അതുപോലെ തന്നെയായിരുന്നു സുന്ദർരാജിന്. അപ്പോൾ സ്വാഭാവികമായും തിരുവിതാംകൂറുകാർ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതേസമയം പിന്നീട് ഈ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നാഗർകോവിലിൽ നിന്നൊരാൾ സിനിമ എടുക്കുമ്പോൾ അയാൾ തമിഴിലായിരിക്കും എടുക്കുക, അയാൾ ചെന്നൈയിൽ പോയിട്ടായിരിക്കും അതിൻ്റെ വർക്കുകൾ ചെയ്യുക. ആ ഒരു വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നത് ജെ.സി. ഡാനിയലാണ്. അദ്ദേഹത്തിന് ഈ സിനിമയിലുള്ള ആഭിമുഖ്യം വരാൻ ഒരു കാരണം, അദ്ദേഹം കളരിപ്പയറ്റിൽ വളരെ കേമനായിരുന്നു, പിന്നെ കാഴ്ചയ്ക്ക് സുന്ദരനായിരുന്നു. അപ്പോൾ പലരും പറയും സിനിമയിലെ നായകനെ പോലെയുണ്ട്, സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ആദ്യം വിചാരിച്ചത് ഈ തെക്കൻ കളരിപ്പയറ്റിനെ കുറിച്ച്. അന്ന് കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് വടക്കൻ മട്ടിലുള്ള കളരിപ്പയറ്റിനെയാണ് വലിയ കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ തെക്കൻ ശൈലിയിലുള്ള കളരിപ്പയറ്റിന് ഒരു പ്രചാരം കൊടുക്കണം എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാം എന്നുള്ള ആലോചനയാണ് ജെ.സി. ഡാനിയലിനുണ്ടായത്. പക്ഷേ അത് പിന്നീട് അതൊരു കഥാചിത്രമാക്കാം, അതിൽ ഈ കളരിപ്പയറ്റും കൂടെ ചേർക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം സിനിമ എടുക്കാൻ വേണ്ടി, അതിനു മുമ്പ് സിനിമ ഷൂട്ടിങ്ങൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല, സിനിമ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നറിയില്ല. ദാദാ സാഹിബ് ഫാൽക്കെ സിനിമ എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം ലണ്ടനിൽ പോയി അവിടുന്ന് ഒരാഴ്ചത്തെ ഒരു ക്രാഷ് കോഴ്സ് ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ട് ഈ ആദ്യത്തെ സിനിമ രാജാ ഹരിശ്ചന്ദ്ര എടുക്കുന്നത്. പക്ഷേ ജെ.സി. ഡാനിയൽ ചെയ്തത് മദ്രാസിലും ബോംബെയിലുമുള്ള സ്റ്റുഡിയോകളിൽ പോയി ഇത് കണ്ടുപഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ പോവുകയും അവിടുത്തെ മദ്രാസിൽ നിന്ന് ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഫാൽക്കെ അനുഭവിച്ച ഒരു പ്രശ്നം തന്നെ ഇദ്ദേഹവും അനുഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ നടിയെ കിട്ടാനുള്ള പ്രയാസം. ഫാൽക്കെ അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടിയിട്ട് അവസാനം ഒരു പുരുഷനെ സ്ത്രീവേഷം കെട്ടിച്ചാണല്ലോ സ്ത്രീകഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ ഡാനിയൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ പോയിട്ട് മിസ് ലാന എന്ന് പറയുന്ന അവിടുത്തെ ഒരു നടിയെ ബുക്ക് ചെയ്യുകയായിരുന്നു. കാരണം അന്നത്തേക്ക് ഫാൽക്കയിൽ നിന്നും ധാരാളം മുമ്പോട്ട് പോയിരുന്നു ഇന്ത്യൻ സിനിമയിൽ അന്ന് സുലോചന എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറായിരുന്നു. അതായത് ആദ്യം സ്ത്രീകളെ കിട്ടാൻ വിഷമിച്ച അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ധാരാളം സ്ത്രീകൾ വന്നു. പ്രത്യേകിച്ചും അക്കാലത്തെ ഈ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീകൾ ഇതിനുവേണ്ടി മുമ്പോട്ട് വന്നിരുന്നു. ഈ സുലോചന എന്ന് പറയുന്നത് തന്നെ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ്. അവരുടെ യഥാർത്ഥ പേര് റൂബി മേയേഴ്സ് എന്നാണ്. സുലോചന എന്ന പേരിലാണ് അവർ സൂപ്പർ സ്റ്റാറായി മാറിയത്. പിന്നെ ഫാത്മ ബീഗം എന്ന് പറയുന്ന നടിയും സംവിധായികയും, അവരുടെ 2 പെൺമക്കൾ, അവർ സൂപ്പർ സ്റ്റാർസായിരുന്നു, സുബൈദ, സുൽത്താന. അപ്പോൾ അങ്ങനെ
കുറച്ച് യാഥാസ്ഥിതികമെന്ന് കരുതപ്പെട്ടിരുന്ന സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വരെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു ഈ 1928 എന്നിട്ടും ജെ.സി. ഡാനിയലിന് ഒരാളെ കിട്ടിയില്ല. അപ്പം ബോംബെയിൽ നിന്ന് മിസ് ലാനയെ വരാൻ പറഞ്ഞു. മിസ് ലാന ഇവിടെ വരുന്നു. അന്ന് ട്രെയിൻ തിരുവനന്തപുരത്ത് ഇന്നത്തെ സെൻട്രൽ സ്റ്റേഷൻ വരെ ഇല്ല, പേട്ടയിലും എത്തിയിട്ടില്ല. അതിനു മുമ്പ് കൊച്ചുവേളിക്കടുത്താണ് അവസാനത്തെ സ്റ്റോപ്പ്. അപ്പോൾ അന്ന് ട്രെയിൻ അവിടെ കൊച്ചുവേളിയുടെ അവിടെ നിൽക്കുകയും ഒരു കാളവണ്ടിയോ മറ്റോ കൊണ്ടുവന്ന് അവരെ ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ ജെ.സി. ഡാനിയലെത്തുകയും ചെയ്തു. അപ്പോൾ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. കാറ് തന്നെ വേണം, കാറ് കൊണ്ടുവന്നാലേ ഞാൻ വരുമെന്ന് പറഞ്ഞ് അവരവിടെ തന്നെ ഇരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ആകെ 2 കാറുകളാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഒന്ന് മഹാരാജാവിൻ്റെ കാറാണ്, മറ്റൊന്ന് ഈ പിൽക്കാലത്ത് കാർ ഡീലറായ മരക്കാർ എന്ന് പറയുന്ന ആളിൻ്റെ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാറൊക്കെ ഏർപ്പാടാക്കി. കാറിൽ അവരെ ഈ ഷൂട്ടിംഗ് സെറ്റും ഇവരുടെ താമസ സ്ഥലവും ഒന്നായിട്ടാണ് ഡാനിയൽ സങ്കല്പിച്ചിരുന്നത്. അവിടെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവർ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആകെ അന്നുണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസിൽ അവർക്ക് റൂം എടുത്ത് അവരവിടെ പാർപ്പിക്കുന്നു. പക്ഷേ പിറ്റേന്നായപ്പം അവർ പറയുന്നു പ്രതിഫലം തന്നതുപോരാ, അതിൻ്റെ ഇരട്ടി വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം കൊടുത്ത പ്രതിഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ പകുതിയാണ് ഈ നടിക്ക് കൊടുത്തത്. അപ്പോൾ ഇനി അത്രയും തുക വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ പിന്നെ സിനിമ എങ്ങനെ എടുക്കും? കാരണം സിനിമ എടുക്കാനുള്ള പൈസയല്ലേ പോകുന്നത്. ഒന്ന് തീരെ നിവർത്തിയില്ലാതെ ആ നടിയെ തിരിച്ചു പറഞ്ഞു വിട്ടു. പിന്നെന്ത് ചെയ്യുമെന്നായി. അപ്പോഴാണ് അന്ന് തിരുവനന്തപുരം ഭാഗത്തൊക്കെ വളരെ പ്രചാരമുള്ള ഒരു നാടൻ കലാരൂപമാണ് കാക്കാരിശ്ശി. അപ്പോൾ കാക്കാരിശ്ശിയിൽ സാധാരണ പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടുന്നത്. പക്ഷേ അവിടെ ഒരു പെൺകുട്ടി സ്ത്രീവേഷത്തിൽ വരുന്നുണ്ട്, ഒരു പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതൊരു ചങ്കൂറ്റമാണല്ലോ. അത്രയും ചങ്കൂറ്റമുള്ള ഒരു പെണ്ണ് സിനിമയിലും അഭിനയിച്ചേക്കും എന്ന് പറഞ്ഞാണ് രാജമ്മ എന്ന പെൺകുട്ടിയെ സമീപിക്കുന്നത്. അപ്പോൾ തൈക്കാടായിരുന്നു രാജമ്മയുടെ സ്ഥലം. അവൾ സമ്മതിച്ചു. അങ്ങനെ അവൾ ഇതിൽ അഭിനയിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് രാജമ്മയുടെ ജോലി എന്ന് വെച്ചാൽ പുല്ലെറുത്ത് വൈകുന്നേരമാകുമ്പോൾ അത് വിൽക്കുക, അത് വിറ്റ് പൈസ ഉണ്ടാക്കുക, അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് പോകുന്നതുകൊണ്ട് ആ ജോലിയൊക്കെ നിർത്തി വെച്ചിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും. തൈക്കാട് നിന്ന് ഈ ഷൂട്ടിംഗ് നടക്കുന്ന പട്ടം വരെ ഇങ്ങനെ നടന്ന് വരും. അത് 1-2 ദിവസമായപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിച്ചു, ഇവളെന്തോ രാവിലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടന്നു പോകുന്നു, അങ്ങനെ എന്താണെന്നറിയില്ല, പുല്ലെറുക്കാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ സദാചാര പോലീസ് ഉണ്ടല്ലോ, ഇവരെല്ലാം കൂടെ പുറകെ നടന്നു നോക്കി. അങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് പട്ടത്തെത്തുന്നു. പട്ടത്തൊരു വലിയ ബംഗ്ലാവിൻ്റെ ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് കയറുന്നു. ആ ഗേറ്റ് അടയുന്നു. അതോടെ സദാചാര പോലീസിന് ഇരിപ്പുറച്ചില്ല. അവർ അവിടെ എന്താണ് നടക്കണമെന്നറിയാൻ സമീപത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് നോക്കിയപ്പോൾ എന്താണ്, അവിടെ ഒരു ക്യാമറ വച്ചിരിക്കുന്നു. ക്യാമറയുടെ മുമ്പേ ഒന്ന് അവൾ അഭിനയിക്കുകയാണ്. ഇത് വലിയ ഒച്ചപ്പാടുണ്ടായി, വലിയ സദാചാരഭ്രംശമായിട്ടാണ് അത് കണ്ടത്. അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവൾ നടക്കുമ്പോഴൊക്കെ പുറകെ ആളുകൾ വന്ന് കൂക്കി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത് സ്ത്രീയാണ്, അതിൽ കൂടെ ഒരു ദളിത് സമുദായക്കാരിയുമാണ്. അതും കൂടെ ആയപ്പോൾ ഈ അപമാനം വർദ്ധിക്കുകയാണ്. അങ്ങനെ ഏതായാലും സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ഈ ക്യാപിറ്റോൾ തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ തിയേറ്ററില്ല, പക്ഷേ ക്യാപിറ്റോൾ എന്ന പേരിൽ തന്നെ നമുക്കവിടെ കെട്ടിടം കാണാം, പുതിയ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ക്യാപിറ്റോൾ തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ആദ്യ ദിവസം തന്നെ വന്ന ഓഡിയൻസ്
വളരെ വയലൻ്റായി. അവർ ഇതിലെ ഒരു രംഗം അവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഈ നായികയുടെ തലമുടിക്കെട്ടിൽ വെച്ചിരുന്ന ഒരു പൂവ് നായകനെടുത്ത് ചുംബിക്കുന്നു, അത്രയേ ഉള്ളൂ. പൂവെടുത്തിട്ട് ചുംബിക്കുകയായിരുന്നു. പക്ഷേ അത് സഹിക്കാൻ പറ്റിയില്ല ഇവർക്ക്. ഇവർ ആ സ്ക്രീനിലേക്ക് കല്ലെടുത്തെറിയുകയും കത്തിയെടുത്തെറിയുകയും ഒക്കെ ചെയ്ത് വലിയ ബഹളമായി. അങ്ങനെയാണ് അത് ദുരന്തത്തിൽ അവസാനിക്കുന്നത്, അതിൻ്റെ പ്രദർശനം. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പുറത്തു നിന്നൊരാൾ വന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരാളുണ്ട്. അത് ജെ.സി. ഡാനിയലിൻ്റെ കസിനായ സുന്ദർരാജാണ്. ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ സുന്ദർരാജ് താൻ നിർമ്മിച്ച സിനിമയിൽ ലിപ് ലോക്ക് കിസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല. കാരണം അത് പുറത്തു നിന്ന് വന്ന സ്ത്രീയാണ്. അത് മദ്രാസിൽ നിന്നും വന്ന ഒരു നടിയായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നമ്മളറിയുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏതായാലും അത് കഴിഞ്ഞിട്ട് റോസിക്ക് നാട്ടിൽ അപ്പം രാജമ്മ എന്ന പേര് റോസി എന്ന് മാറ്റി. അത് സ്ക്രീനിന് വേണ്ടി മാറ്റിയതാണ്. എങ്ങനെയാണോ സുലോചനയായത് അതുപോലെ അടുത്ത പടമായ മാർത്താണ്ഡവർമ്മയിൽ നമ്മൾ നോക്കിയാൽ മാർത്താണ്ഡവർമ്മയായി അഭിനയിച്ചിരിക്കുന്ന ആളിൻ്റെ പേര് അതിലെഴുതിയിരിക്കുന്നത് ജയദേവ് എന്നാണ്. പക്ഷേ ജയദേവിൻ്റെ യഥാർത്ഥ പേര് ആണ്ടി എന്നാണ്. തലശ്ശേരിക്കാരനായ ആണ്ടിയാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അത് സ്ക്രീനിന് വേണ്ടി ജയദേവ് എന്നാക്കിയിരിക്കുന്നു. അതുപോലെയാണ് രാജമ്മ എന്ന പേര് റോസിയാക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്ന് എഴുതാൻ വേണ്ടി ഈ പടം കണ്ട ആളുകൾ ആരൊക്കെയെന്ന് ഞാൻ അന്വേഷിച്ച് നടന്നു. അങ്ങനെയാണ് നാഗവള്ളി RS കുറുപ്പ് ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് അനുഭവങ്ങൾ ചോദിച്ചു. അദ്ദേഹമാണ് ഈ പൂവെടുത്ത് മണപ്പിച്ചപ്പോൾ ഉണ്ടായ ആ ബഹളത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മലയാള സിനിമയുടെ കഥ എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയത്. അതുപോലെ കെ ഗോപിനാഥ് എന്നയാളെ കണ്ടു. കെ ഗോപിനാഥ് എന്ന് പറയുന്ന ആളാണ് ബാലൻ്റെ ആദ്യകാല പ്രവർത്തകൻ. അദ്ദേഹം ബാലൻ എന്ന സിനിമ വരുന്നതിന് മുമ്പ് തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് തിരുവനന്തപുരത്ത് അലഞ്ഞിരിഞ്ഞതാണ്. മാർത്താണ്ഡവർമ്മ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലൊക്കെ പോയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ അറിയാമായിരുന്നു. ആ കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്ക് പന്തളം KP എന്ന പ്രശസ്തനായ കവിയുടെ ഒരു ലേഖനം ജനയുഗം പത്രത്തിൽ വന്നിരുന്നു. അതിലദ്ദേഹം എഴുതിയിരുന്നു, നമ്മുടെ കേരളത്തിലുണ്ടായ ആദ്യത്തെ സിനിമ കണ്ടയാളാണ് ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആരുടെയും പേരൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഡെന്നീസ് എന്നോ മറ്റോ ഒരാൾ ചെയ്ത ഒരു സിനിമയായിരുന്നു. പക്ഷേ മൊത്തം കൂക്കി വിളിയായിരുന്നു. അപ്പോൾ അതിലെ നായികയെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നി. അവരവളുടെ പേര് വിളിച്ച് ഇങ്ങനെ കമൻറ്റുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പേരല്ല യഥാർത്ഥത്തിൽ സ്ക്രീനിൽ എഴുതി കാണിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. യഥാർത്ഥ പേര് രാജമ്മ എന്നാണ്, സ്ക്രീനിൽ എഴുതി കാണിച്ചത് റോസി എന്നാണ്. ആളുകൾ വിളിച്ചത് രാജമ്മ എന്നായിരിക്കും. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഇതിൽ കുറച്ചൊരു ഡിസ്റ്റോർഷൻ പിന്നീടുണ്ടായത്, ചിലർ 1930 ഇത് പുറത്തു ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അത് വളരെ കൃത്രിമമായൊരു കണ്ടെത്തലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ജെ.സി. ഡാനിയൽ തന്നെ പറഞ്ഞ ഡേറ്റാണ് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതിയത്. ആ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതി വെച്ചത് പുതിയൊരു പതിപ്പിറക്കുമ്പോൾ അത് വെട്ടിത്തിരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തിരുത്താൻ പ്രേരിപ്പിച്ചത് ആരാണെന്നുമൊക്കെ ചേലങ്ങാടിൻ്റെ മകൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്തത് തെറ്റായിപ്പോയി, അദ്ദേഹം എഴുതിയതായിരുന്നു ശരി, അത് നമ്മൾ തിരുത്താൻ പാടില്ലായിരുന്നു. പിന്നെ 1930 നസ്രാണി ദീപികയിൽ ഇതിനെക്കുറിച്ച് വന്നു. അതുകൊണ്ട് ഇത് 1930 പറയുന്നതിലും അർത്ഥമില്ല. കാരണം ഒരു സിനിമ പുറത്തിറങ്ങി എപ്പോൾ വേണമെങ്കിലും അതിനെക്കുറിച്ചുള്ള റിവ്യൂ വരാം. ഒറ്റ പ്രിൻ്റാണ് കാലത്തുള്ളത്. ഒരു സിനിമ കുറച്ച് കഴിഞ്ഞായിരിക്കും വേറൊരിടത്ത് കാണിക്കുക. അത് മാത്രവുമല്ല, ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രദർശനത്തിൻ്റെ പരാജയശേഷം
ജെ.സി. ഡാനിയൽ ഈ ചിത്രം പലയിടത്തും കൊണ്ടുപോയി കാണിച്ചിരുന്നു. പലയിടത്തും കൊണ്ടുപോയി കാണിച്ച ശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുകാർ ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി. കാരണം ഇങ്ങനെ സിനിമയൊക്കെ പിടിച്ച ആളാണ്. അതല്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു പൗരപ്രമുഖനായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല നാഗർകോവിലിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു മെഡൽ ഒക്കെ സമ്മാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഷോ വച്ചു. ആ സ്പെഷ്യൽ ഷോയാണ് ഈ പറയുന്ന 1930 ഷോ. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പം പത്രത്തിൽ വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു പത്രത്തിൽ വന്ന ഒരു 4 വരിയാണ് 1930 ഇത് പ്രദർശിപ്പിച്ചതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അത് ശരിയാണ്. പക്ഷേ ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയോ? അങ്ങനെ പ്രദർശിപ്പിച്ച ഈ ചിത്രം വളരെ വിജയകരമായി പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലാണെങ്കിൽ വിഗതകുമാരൻ ആദ്യം പ്രദർശിപ്പിച്ചത് വിജയകരമായിട്ടായിരുന്നില്ല. അങ്ങനെ വിജയകരമായി പ്രദർശിപ്പിച്ചു പോയെങ്കിൽ ഈ റോസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. റോസിക്ക് പറ്റിയ ഈ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല, ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അത് വിജയകരമായിട്ട് സമാപിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതൊരു ഇൻവൈറ്റീസിന് മാത്രമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സമീപകാല ചരിത്രത്തെ പോലും ചിലർ ഡിസ്റ്റോർട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ആദ്യത്തെ സിനിമ. അത് കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മ. പിന്നെ ഈ ജെ.സി. ഡാനിയലിന് ജീവിതത്തിലുണ്ടായ പ്രശ്നം, അദ്ദേഹം ഒരു സിനിമയുടെ രക്തസാക്ഷിയാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അദ്ദേഹം ഈ പടം പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പടം പരാജയപ്പെടാനുള്ള കാരണം റോസി മാത്രമായിരുന്നില്ല. അന്ന് നിശബ്ദ സിനിമ അവസാനിച്ച കാലഘട്ടമാണത്. 1927 ദി ജോസ് സിംഗർ എന്ന സിനിമയോടുകൂടി സിനിമ ശബ്ദിക്കാൻ തുടങ്ങി. ലോക സിനിമ. ഇന്ത്യൻ സിനിമ 1931 ശബ്ദത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ജെ.സി. ഡാനിയൽ പടമെടുക്കുമ്പോഴേക്കും ലോക സിനിമ ശബ്ദിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതുവരെയുള്ള നിശബ്ദ സിനിമകൾ ഈ തിരുവനന്തപുരത്തൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ധാരാളം പ്രദർശനങ്ങൾ നടന്നു. അപ്പോൾ ഈ സിനിമകളെല്ലാം നാട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ സിനിമകൾ അന്ന് ഇന്നത്തെ മാതിരി ഹോളിവുഡ് സിനിമകൾ മാത്രമല്ല, ക്ലാസിക് സിനിമകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ചാപ്ലിൻ്റെ സിനിമകൾ കാണിക്കുന്നുണ്ട്. അതുപോലെയുള്ള ക്ലാസിക്സ്, ജർമ്മൻ സിനിമകൾ, ഫ്രഞ്ച് സിനിമകൾ. കാരണം അന്ന് സംഭാഷണമില്ലല്ലോ. സംഭാഷണമില്ലാത്തത് കൊണ്ട് ഈ കഥ പറച്ചിലുകാരൻ മലയാളത്തിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആർക്കും ഏത് ഭാഷയിലെ സിനിമയും കാണാം. അങ്ങനെ ക്ലാസിക് സിനിമകളൊക്കെ കണ്ട് സിനിമ എന്തെന്ന് മനസ്സിലാക്കിയ ഓഡിയൻസിൻ്റെ മുമ്പെയാണ് ഈ വിഗതകുമാരൻ കാണിക്കുന്നത്. വിഗതകുമാരൻ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒരു സിനിമാ ഭാഷയിൽ വന്നില്ല. എന്നുവെച്ചാൽ ഫാൽക്കെ ചെയ്ത സിനിമ പോലെ ആയില്ല. ഫാൽക്കെ ചെയ്തത് അത് ഷോട്ടുകളായിട്ട് വിഭജിച്ച് ഷോട്ടുകളായിട്ട് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സിനിമയാക്കുകയായിരുന്നു. ഇവിടെ വിഗതകുമാരൻ ഒരു റീൽ ഫിലിം അത് തീരുന്നതുവരെ ഒറ്റ ആംഗിളിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം ഒരു നാടകം പോലെ അത് തോന്നും. ചുരുക്കത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു ചടുലത അതിനില്ലാതെ പോയി. അപ്പം അതുകൊണ്ടാണ് ആ സിനിമ വേണ്ടത്ര വിജയിക്കാതിരുന്നത്. കാരണം തിരുവനന്തപുരത്ത് അത് വിജയിച്ചില്ലെങ്കിലും അത് പ്രദർശിപ്പിച്ച ആലപ്പുഴയോ കോട്ടയോ ഒക്കെ വിജയിക്കാമായിരുന്നല്ലോ. കാരണം അവിടെ ആർക്കും രാജമ്മയെ റോസിയെ അറിയില്ല. എന്നിട്ടും അത് വിജയിക്കാത്തത് അത് ആ സിനിമയുടെ ആവിഷ്കരണത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ഇതും സുന്ദർരാജ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ എടുക്കുമ്പോൾ അദ്ദേഹം വേറൊരു പരിചയസമ്പന്നനായ ഒരു സംവിധായകനെ തന്നെ സംവിധാന ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മദ്രാസിൽ പോയി വി റാവു എന്ന് പറയുന്ന ഒരു സംവിധായകനെ കൊണ്ടുവന്നിട്ടാണ് മാർത്താണ്ഡവർമ്മ എടുപ്പിക്കുന്നത്.
അതുപോലെ തന്നെ തട്ടിക്കൂട്ടിയ ഒരു കഥ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം പ്രസിദ്ധമായ ഒരു നോവൽ സിനിമയാക്കുന്നത്. അത് ആ ആ സിനിമ വരുന്നതിന് മുമ്പ് ജെ.സി. ഡാനിയലിൻ്റെ എന്ത് പറ്റി എന്നുള്ളത് കൂടെ പറയാം. ജെ.സി. ഡാനിയൽ പിന്നെ എങ്ങനെ തകർന്നു, വിഗതകുമാരനല്ല അതിൻ്റെ കാരണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ തകർച്ചയുണ്ടായത്? അദ്ദേഹം അഗസ്തീശ്വരത്തേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഡെൻ്റൽ ഹോസ്പിറ്റൽ വന്നു. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ധാരാളം പണമുണ്ടായി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ഡെൻറ്റിസ്റ്റ് എന്ന നിലയിൽ പേര് നേടുകയും പണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഒരിക്കൽ അദ്ദേഹം മധുരയിൽ പോകുന്നത്. മധുരയിൽ പോയപ്പോൾ അവിടെ വച്ച് അദ്ദേഹം അക്കാലത്തെ തമിഴിലെ വലിയ നടനായ പി യു ചിന്നപ്പ ഭാഗവതരെ കാണുന്നു. അന്ന് തമിഴിലെ കൊടികുത്തിയ 2 നടന്മാരെന്ന് പറയുന്നത് ഒന്ന് ത്യാഗരാജ ഭാഗവതരും മറ്റൊന്ന് പി യു ചിന്നപ്പ ഭാഗവതരുമാണ്. രണ്ടുപേരും ഭാഗവതന്മാരാണ്. അവരഭിനയിച്ച സിനിമകളൊക്കെ നമ്മൾ നോക്കിയാൽ അങ്ങനെ നീളത്തിന് ഇവരുടെ സംഗീത കച്ചേരികൾ കാണാം. ആ സംഗീത കച്ചേരികൾ സിനിമയുടെ ഭാഗമാണ്. രണ്ടുപേരും മത്സരിച്ച് തന്നെ സിനിമയിൽ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം അവർ സിനിമയിൽ നായകന്മാരായിട്ട് തിളങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചിന്നപ്പ ഭാഗവതർ നമ്മളെ ജെ.സി. ഡാനിയലിനെ കാണുകയും അവർ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ സിനിമ ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് തമിഴിൽ സിനിമ ചെയ്യാം, മദ്രാസിലോട്ട് വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്ക് സംസാരിക്കുന്ന സിനിമകൾ വന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ഈ സംഗീത കച്ചേരിയൊക്കെ സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും ഒരു പ്രലോഭനം ഉണ്ടായി. ജെ.സി. ഡാനിയൽ തൻ്റെ സ്വത്തൊക്കെ എഴുതിയൊക്കെ വിറ്റ് നല്ലൊരു തുകയും കയ്യിലെടുത്ത് മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ ചെന്നിട്ട് നാട്ടിൽ നിന്നെല്ലാം വിറ്റുപെറുക്കി മദ്രാസിൽ സിനിമ എടുക്കാൻ ചെല്ലുന്ന പലർക്കും ഉണ്ടാകുന്ന അനുഭവമാണ് ജെ.സി. ഡാനിയലിനുണ്ടായത്. സിനിമ എടുക്കാൻ കഴിഞ്ഞില്ല, കയ്യിലെ പണം പോവുകയും ചെയ്തു. അങ്ങനെ ആണ് അദ്ദേഹം മടങ്ങി വീണ്ടും അഗസ്തീശ്വരത്തെത്തുന്നത്. ഈ തരത്തിൽ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ നിന്ന് ധാരാളം ശകാരങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത്, അവരുടെയൊക്കെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വന്നത്. അങ്ങനെ ഈ പാഠങ്ങളെല്ലാം പഠിച്ച സുന്ദർരാജ് മാർത്താണ്ഡവർമ്മ എടുക്കുമ്പോൾ അദ്ദേഹം ഓരോന്നായിട്ട് തിരുത്തുകയാണ്. അങ്ങനെ പുറത്തു നിന്നൊരു സംവിധായകനെ വയ്ക്കുന്നു, അറിയപ്പെടുന്ന ഒരു സാഹിത്യകൃതി കഥയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നു. അതുവഴി മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നത്. അതായത് മലയാളത്തിൽ സാഹിത്യകൃതികൾ സിനിമയാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാഷകളിലൊന്നാണ് മലയാളം, അല്ലെങ്കിൽ നിന്നിരുന്ന ഭാഷകളിലൊന്നാണ് മലയാളം. അത് തുടങ്ങി വയ്ക്കുന്നത് ഈ മാർത്താണ്ഡവർമ്മയിൽ തന്നെയാണ്. പിന്നെ അദ്ദേഹം തിരുത്താൻ പോയ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ നടിമാരെയൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തതേയില്ല. മലയാളികളാരുമില്ല, എല്ലാം മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നു. നടന്മാരെ പോലും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് എടുത്തില്ല എന്നുള്ളതാണ്. നടന്മാർക്ക് വേണ്ടി അദ്ദേഹം പരസ്യം ചെയ്തത് മലബാറിലെ പത്രങ്ങളിലാണ്. അങ്ങനെ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഈ മാർത്താണ്ഡവർമ്മയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം പഴുതുകളെല്ലാം അടച്ചാണ് ആ സിനിമ നിർമ്മിച്ചത്. എന്നിട്ടും ജെ.സി. ഡാനിയലിന് കിട്ടിയ അടിയേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായൊരടിയാണ് സുന്ദർരാജിന് കിട്ടിയത്. അതിൻ്റെ കാരണം അദ്ദേഹം പകർപ്പവകാശം വാങ്ങിയില്ല എന്നുള്ളതാണ്. അതായത് ഈ പകർപ്പവകാശത്തെക്കുറിച്ചുള്ള, കോപ്പിറൈറ്റിനെ കുറിച്ചുള്ള ബോധം അന്ന് വളരെ കമ്മിയായിരുന്നു. അക്കാലഘട്ടത്തിൽ ഈ പുസ്തകങ്ങൾ എഴുതുന്ന ആളുകൾ ആർക്കെങ്കിലും അതിൻ്റെ അവകാശം അങ്ങ് കൊടുക്കും. നിങ്ങളാ കാലത്തെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പകർപ്പവകാശം പ്രസാധകർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കാണും. പ്രസാധകർക്കായിരിക്കും. അവർ ആദ്യം ആ പുസ്തകം കയ്യിൽ വാങ്ങിയിട്ട് കുറച്ച് തുക കൊടുക്കും. പിന്നെ ആ പുസ്തകത്തിൻ്റെ മുഴുവൻ അവകാശവും അവർക്കായിരിക്കും. പിന്നെ അത് എത്ര വിറ്റുപോയാലും എത്ര പതിപ്പുകൾ പോയാലും അതിൻ്റെ മുഴുവൻ അവകാശം ഈ പ്രസാധകന് തന്നെയായിരിക്കും.
അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ പ്രസാധകൻ എന്ന് പറയുന്നത് കമലാലയ ബുക്ക് ഡിപ്പോക്കാരായിരുന്നു. ഈ കമലാലയ അക്കാലത്തെ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ആയ പബ്ലിഷേഴ്സാണ്. അവരാണ് പല പുസ്തകങ്ങളും അന്ന് ഇറക്കിയത്, വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളെല്ലാം ഇറക്കിയിരിക്കുന്നത്. AR രാജരാജവർമ്മയുടെ കൃതികൾ കേരളപാണ്ഡ്യം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി ഇതെല്ലാം പുറത്തിറക്കിയത് ഈ കമലാലയം ബുക്ക് ഡിപ്പോയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ BA പഠിക്കാൻ ചെല്ലുമ്പോൾ ഈ ഭാഷാഭൂഷണവും വൃത്തമഞ്ജരിയും ഒക്കെ പഠിക്കാറുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങൾ കിട്ടാനില്ല. കാരണം അപ്പോഴേക്ക് കമലാലയം ബുക്ക് ഡിപ്പോ തകർച്ചയിലായി കഴിഞ്ഞു. എന്നാൽ അവർ വേറെ ആർക്കും അവകാശം കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ഓഥർ മരിച്ചിട്ട് 50 വർഷം തികയുന്നത്. അന്ന് 50 വർഷം, ഓഥർ മരിച്ച് 50 വർഷം തികഞ്ഞാൽ ഈ കോപ്പിറൈറ്റ് പബ്ലിക്കാകും, പിന്നെ അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. അങ്ങനെ ഈ 50 വർഷം തികഞ്ഞ ഉടനെ തന്നെ NBS ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണ് പുതിയ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നത് ലൈബ്രറിയിൽ നിന്നോ മറ്റോ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്ന് അത് നമ്മുടെ നോട്ട്ബുക്കിൽ പകർത്തിയെടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാലഘട്ടം 1931, 32 അപ്പോൾ പകർപ്പവകാശം കമലാലയ ബുക്ക് ഡിപ്പോയ്ക്കാണ്. ഇത് K. ഗോപിനാഥ് മാർത്താണ്ഡവർമ്മയുടെ സെറ്റിൽ ചെന്നപ്പോൾ സുന്ദർരാജിനോട് ചോദിച്ചു, ഈ പുസ്തകത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിയോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് സിനിമയാണ്, പുസ്തകം അച്ചടിക്കണമെങ്കിൽ പോരെ പുസ്തകത്തിൻ്റെ റൈറ്റ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രസാധകരെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ഈ മാർത്താണ്ഡവർമ്മയുടെ പോസ്റ്റർ കമലാലയം ബുക്ക് ഡിപ്പോയുടെ വാതിലിൽ തന്നെ പതിച്ചു വയ്ക്കുകയും ചെയ്തു. ഇത് അവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒന്നും പറഞ്ഞില്ല. ഈ ചിത്രം പ്രദർശനത്തിന് എത്തും വരെ അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ പ്രമുഖ അഭിഭാഷകനായ മള്ളൂർ ഗോവിന്ദപിള്ളയോട് അവർ ഇക്കാര്യം അറിയിക്കുകയും ഇവരെല്ലാം കൂടി ഇത് റിലീസ് ചെയ്യുന്ന ദിവസം കാത്തിരിക്കുകയും ചെയ്തു. ഭയങ്കര ആർഭാടമായിട്ടായിരുന്നു അതിൻ്റെ റിലീസ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഫിലിം പെട്ടി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. ഇക്കാലത്ത് രജനീകാന്തിൻ്റെ സിനിമയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെയുള്ള നീക്കങ്ങളായിരുന്നു അത് കൊണ്ടുവന്ന് അത് പ്രദർശിപ്പിക്കുമ്പോഴേക്ക് ധാരാളം ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. വിഗതകുമാരൻ പോലെയല്ല, ഇത് വളരെ പ്രസിദ്ധമായ കഥയാണ്. മാത്രമല്ല ഇതിലെ പുരുഷനെന്ന് പറയുന്നത് തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ശക്തനായ രാജാവാണ്. അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷാഭരിതരായിരുന്നു. അവരൊക്കെ ഈ സിനിമ കാണാൻ എത്തിയിരുന്നു. ഹൗസ്ഫുള്ളായിട്ട് തന്നെ ആദ്യത്തെ പ്രദർശനം തുടങ്ങി. ആ പ്രദർശനം അങ്ങനെ നീങ്ങിക്കൊണ്ട് ഏതാണ്ട് പകുതി ദൂരം എത്തിയപ്പോൾ പെട്ടെന്ന് ബൂട്ട്സിൻ്റെ ശബ്ദം കേട്ടു. വാതിലുകൾ ചവിട്ടി തുറക്കുന്നത് കണ്ടു. പോലീസുകാർ അകത്തേക്ക് കയറുകയും പ്രൊജക്ഷൻ റൂമിൽ നിന്ന് ഈ ഫിലിം പ്രിൻ്റ് സീസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ആദ്യ പ്രദർശനത്തിൽ തന്നെ സംഭവിച്ചത്. പിന്നെ തുടർന്ന് സുന്ദർരാജ് പല വഴികളും നോക്കി, നിയമയുദ്ധങ്ങൾ നടത്തി നോക്കി. പക്ഷേ ഇതൊന്നും ഫലിച്ചില്ല. അദ്ദേഹം അവസാനം ഇതെല്ലാം വിട്ട് സിലോണിൽ, ഇന്നത്തെ ശ്രീലങ്ക, അവിടെ ജോലി തേടിപ്പോയി. അതുമൊക്കെ കഴിയാതെ തിരികെ വന്ന് തിരുവനന്തപുരത്ത് സ്ഥിരതാമസം തുടങ്ങി. ഇവിടെ അദ്ദേഹത്തിനൊരു റേഷൻ കടയുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് സംഭവിച്ചത്, ഇതിൽ നായികയാകാൻ മദ്രാസിൽ നിന്ന് വന്ന നടി ദേവകി ഭായ്, ഒരു തഞ്ചാവൂർക്കാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. അവരിവിടെ വന്ന് സുന്ദർരാജുമായിട്ട് പ്രണയത്തിലാവുകയും സുന്ദർരാജിൻ്റെ ഭാര്യയാവുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ കുടുംബമായിട്ട് കൂടുകയായിരുന്നു. ദേവകി ഭായ് പിന്നെ തിരികെ പോയില്ല. ഈ സിനിമ ആരും കണ്ടുമില്ല, ചരിത്രത്തിലും വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 1971 ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്നറിഞ്ഞ നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ക്യൂറേറ്ററായ തിരുവനന്തപുരത്തുകാരനായ PK നായർ
കമലാലയം ബുക്ക് ഡിപ്പോയുടെ. അന്നും കമലാലയം ബുക്ക് ഡിപ്പോ ഉണ്ടായിരുന്നു. അന്ന് ബുക്ക് ഡിപ്പോ ഇല്ല, അവരുടെ ആ ബിൽഡിംഗ് ഒരു ലോഡ്ജായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് അതിൻ്റെ ഗോഡൗണിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഈ ഫിലിം പെട്ടി കിടക്കുന്നു. അപ്പോൾ ഈ ഫിലിം പെട്ടി എടുത്തുകൊണ്ട് പോയി ആ ഫിലിം ൻ്റെ ചരിത്രം ചോദിച്ചപ്പോൾ 1950-കളിൽ എപ്പോഴോ ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാലോ എന്ന് കരുതി ഇവർ പട്ടം കൽപ്പന തിയേറ്റർ, അന്ന് അതിൻ്റെ പേര് പട്ടം സലീം തിയേറ്റർ എന്നാണ്. ഈ സലീം തിയേറ്റർ പിന്നീട് കൽപ്പന തിയേറ്ററായി മാറി. പിന്നെ അത് തിയേറ്റർ അല്ലാതായി. ഇപ്പം ബിഗ് ബസാറോ അങ്ങനെ എന്തോ കച്ചവട സ്ഥാപനമായിട്ടത് മാറി. പക്ഷേ അത് ഒരു നല്ല തിയേറ്ററായിരുന്നു തിരുവനന്തപുരത്തെ. ആ തിയേറ്ററിൽ കൊണ്ടുപോയി ഇവർ ഈ ഫിലിം ലോഡ് ചെയ്തപ്പോൾ ഒരു റീലിൻ്റെ സ്പ്രോക്കറ്റെല്ലാം അടിച്ചു പോയി. അങ്ങനെ ഒരു റീൽ അത് ഉപയോഗിക്കാൻ പറ്റാതായി. ബാക്കി റീലുകളെല്ലാം ഉണ്ടായിരുന്നു. അത് ലണ്ടനിൽ കൊണ്ടുപോയിട്ട് അത് പരിഷ്കരിച്ചെടുത്ത് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് PK നായർ കൊണ്ടുവരികയും അങ്ങനെ 1971 തിരുവനന്തപുരത്ത് ഈ പടം പ്രദർശിപ്പിക്കുകയും ചെയ്തു, മാർത്താണ്ഡവർമ്മ. അന്ന് സുന്ദർരാജ് മരിച്ചുപോയിരുന്നു, പക്ഷേ ദേവകീബായി ജീവിച്ചിരിപ്പുണ്ട്. PK നായരുടെ അടുത്ത് തന്നെ ഇരുന്ന് ദേവകീബായി ആ സിനിമ കണ്ടു. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ആ സിനിമ കാണുന്നത്. കാരണം അന്ന് ആദ്യത്തെ പ്രദർശനത്തിനൊന്നും പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്ന് അവർ ഗർഭിണിയായിരുന്നു, അതുകൊണ്ട് അവർക്ക് പോകാൻ സാധിച്ചില്ല. അവരാദ്യമായിട്ട് കാണുകയായിരുന്നു. അപ്പോൾ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പം ഇരുട്ടിൽ ഒരു തേങ്ങൽ കേട്ട് PK നായർ നോക്കുമ്പോൾ ഈ ദേവകീബായി ഇരുന്ന് തേങ്ങുകയാണ്. അപ്പോഴേക്ക് അവരുടെ പേരുമെല്ലാം മാറ്റി, ദേവകീബായി അല്ല, അപ്പോൾ ഗുണശീല എന്നാണ് പേര്. അപ്പോൾ അവർ ഇങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അതാണ് മാർത്താണ്ഡവർമ്മയുടെ കഥ. അപ്പോൾ ഇങ്ങനെ രണ്ട് ചിത്രങ്ങളാണ്, രണ്ട് നിശബ്ദ സിനിമകളാണ് മലയാളത്തിൽ ഉണ്ടായത്. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ ചരിത്രബോധമില്ലാത്തവരായതുകൊണ്ട് ഈ നിശബ്ദ സിനിമാ കാലഘട്ടത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ PK നായരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചുപോയി. ഫാൽക്കെയുടെ ചില ചിത്രങ്ങളുണ്ട്, രാജാ ഹരിശ്ചന്ദ്രയൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് പടങ്ങൾ ജർമ്മൻ കണക്ഷനുള്ള ഒരു കമ്പനി എടുത്തിരുന്നതുകൊണ്ട്, ഇപ്പോൾ പ്രേം പൂജാരി തുടങ്ങിയ ചില ചിത്രങ്ങൾ അവരുടെ ആർക്കൈവ്സിൽ നിന്ന് കണ്ടുപിടിച്ചിരുന്നു. ഇങ്ങനെ കുറച്ച് നിശബ്ദ സിനിമകൾ മാത്രം. ദക്ഷിണേന്ത്യയിൽ നിന്ന് ധാരാളം സിനിമകളുണ്ടായിട്ടുണ്ട്, 1000-ഓളം സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രയും സിനിമകളിൽ വച്ച് ഒരേ ഒരു സിനിമ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ദക്ഷിണേന്ത്യയിലുള്ള ഉണ്ടായ നിശബ്ദ സിനിമകളിൽ ഒരേ ഒരു സിനിമ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. അത് മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെ രണ്ട് നിശബ്ദ സിനിമകൾക്ക് ശേഷം ആണ് മലയാള സിനിമ പിന്നെ ഏതാണ്ടൊരു 6 കൊല്ലത്തെ ഇടവേള കഴിയുമ്പോഴാണ് മലയാളത്തിൽ ആദ്യമായി ശബ്ദചിത്രമുണ്ടാകുന്നത്. 1938 ബാലൻ എന്ന സിനിമ.